ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ആകെ ഒരൊറ്റ പേപ്പർ മാത്രം മതി. സമചതുരത്തിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്ത ശേഷം രണ്ട് സൈഡിലോട്ടും ഇതുപോലെ കോണോട് കോണാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ആ പേപ്പറിനെ ഒന്ന് സെൻറ്റർ മടക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഇതുപോലെ മുകളിലോട്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ പേപ്പറിൽ ഒരു ഇൻറ്റു ചിഹ്നം വന്ന് എടുക്കുന്നുണ്ടാവും. അതിലോട്ട് ഈ പേപ്പറിന്റെ അടുത്ത ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള ഭാഗം താഴോട്ടായിട്ട് ഒന്ന് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു ഭാഗം ഇതുപോലെ തന്നെ താഴോട്ട് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ആ ഒരു പേപ്പറിന്റെ അറ്റത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പേപ്പർ നിവർത്തിയിട്ടുണ്ടെങ്കിൽ 5 ഭാഗം വരുന്ന ഒരു സ്റ്റാറിനുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു സ്റ്റാറിന്റെ ഓരോ 2 കോണിന്റെ ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു സ്റ്റാറിന്റെ 5 ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരറ്റത്തേക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ കോൺ ഷേപ്പ് വരുന്ന രീതിയിൽ അടുത്തൊരു ഭാഗം മടക്കിയെടുക്കുക. ഇങ്ങനെ ഈ ഒരു കട്ട് ചെയ്തെടുത്ത 5 ഭാഗങ്ങളും ഇതുപോലെ തന്നെ മടക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 4-5 ദിവസത്തോളമായി സബ്സ്ക്രൈബേഴ്സ് 100ആയിട്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇന്നത്തോടുകൂടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ വീഡിയോസ് എടുത്താലും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്രിസ്മസിന്റെ ടൈം കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ 3-4 വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ കംപ്ലീറ്റ് മടക്കിയെടുത്ത ശേഷം ഈ സ്റ്റാറിന്റെ ഓരോ ലീഫും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാർ ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ ഒരു സ്റ്റാർ കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ നിവർത്തി കൊടുത്ത ശേഷം ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സിംഗിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഒട്ടിച്ചിട്ടും എടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റാറിന്റെ ഉള്ളിലോട്ടായിട്ട് മടക്കി വെച്ച ഭാഗത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ച സ്റ്റാറിനെ ഈ ഒരു സ്റ്റാറിന്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്തിരി നേരം ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം 1-2 അറ്റങ്ങളും കൂട്ടി ഒരുപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒട്ടിക്കിട്ടും. അതിനുശേഷം എല്ലാ പെറ്റൽസും ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തതായിട്ട് ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ ഒരു സ്റ്റാറാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിനൊന്ന് 2ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോണ് വരുന്ന രീതിയിൽ 5 പെറ്റൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കി അളവ് പാകാക്കിയ ശേഷം വീണ്ടും മടക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ കട്ട് ചെയ്ത രീതി ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ മടക്കി നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പേപ്പറിന്റെ എൻഡിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പേപ്പർ നിവർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കിട്ടിയ പോലെ തന്നെ 5 ഇതളുകൾ വരുന്ന ഒരു സ്റ്റാർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഈ ഒരു സ്റ്റാറിന്റെ ഓരോ ഭാഗങ്ങളും നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
രണ്ട് സൈഡും ഒരുപോലെ വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പേപ്പർ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്റ്റാറിന്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടി സ്റ്റാർസ് ഉണ്ടാക്കിയതും കൂടെ ഒന്ന് കാണിക്കാം. രണ്ട് സൈഡ് ഒട്ടിച്ചതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റാറും ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഒറ്റ പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രീ ആണ്. അതിനായിട്ട് സമചതുരത്തിലുള്ള ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് കോണോട് കോണാക്കി മടക്കിയെടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും മടക്കി കൊടുത്ത ശേഷം ഈ ഒരു പേപ്പറിനെ നിവർത്തിയിട്ട് നീളത്തിൽ വരുന്ന രീതിയിലും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ രണ്ട് സൈഡിലോട്ടും ഒന്ന് മടക്കി നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ ഒരു പേപ്പറിൽ ഇപ്പോൾ 4 മടക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ശേഷം ഈ ഒരു പേപ്പറിനെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പറിന്റെ രണ്ടറ്റത്ത് ഇതുപോലെ ഒന്ന് കൈവച്ച ശേഷം ഉള്ളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ പുറത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു സ്ക്വയർ രൂപത്തിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഈ ഒരു പേപ്പറിന്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം സെന്റർ നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പൊ ആ ഒരു പേപ്പറിനെ കോൺ ഷേപ്പിലാക്കി മടക്കി എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗം ഓപ്പൺ ചെയ്ത ശേഷം സെന്റർ ഒന്ന് നിവർത്തി കൊടുത്ത ശേഷം ഒന്ന് കോണാക്കി മടക്കി എടുക്കുക. ഇങ്ങനെ ഈ ഒരു പേപ്പറിന്റെ എല്ലാ ഭാഗത്തും ഓപ്പൺ ചെയ്ത ശേഷം ഒന്ന് മടക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മൊത്തം 8 കോൺസ് ആയിരിക്കും ഈ ഒരു പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. അതിന് ഒരു സൈഡിലോട്ട് 4 പേപ്പർ, അടുത്തൊരു സൈഡിലോട്ട് 4 പേപ്പർ വരുന്ന രീതിയിൽ ഒന്ന് നിർത്തിയ ശേഷം താഴെ വരുന്ന കോണൊന്ന് കട്ട് ചെയ്ത് കളയണം. മുകളിലെ കോൺ ഷേപ്പ് മാത്രം നിർത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗം നേരെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പേപ്പറിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ 2ഓ 3ഓ ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ഇപ്പൊ ചെയ്തതിന്റെ നേരെ തന്നെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇപ്പൊ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നിന്ന് ഒരു പേപ്പർ കട്ട് ചെയ്ത ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കുഞ്ഞ് ത്രികോണം വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത പേപ്പറിന്റെ എൻഡും കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സൈഡിലെ 4 ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഭാഗത്തെ 4 കോൺസും ഒന്ന് മടക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഒരു പേപ്പറിനെ റോൾ ചെയ്തിട്ട് ഇതിന് താഴെ ഒരു സ്റ്റാൻഡ് രൂപത്തിൽ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇനി വർക്കുകൾ ചെയ്യാൻ കളർ പേപ്പർ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത ശേഷം ഒരു നൈസ് കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കളർ പേപ്പർ റെഡിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഏത് ക്രാഫ്റ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ട്രീ അതിന് മുകളിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് കുറച്ചധികം പേപ്പേഴ്സ് തന്നെ വേണം. ഒരു 35-40 പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു കട്ട് ചെയ്ത പേപ്പറിന്റെ ഉള്ളിലായിട്ട് ആ കോൺ ഷേപ്പിന്റെ അറ്റം വരെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു മടക്കി വെച്ച പേപ്പറിന് മുകളിൽ ഇതുപോലെ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ഒക്കെ സെന്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഒട്ടിച്ചു കൊടുത്ത പോലെ വീണ്ടും പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു പേപ്പറിന്റെ ഏറ്റവും മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം മെല്ലെ ഒന്ന് വിടർത്തി രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ വരുന്ന പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ പേപ്പേഴ്സും ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടും. അതിനുശേഷം ഒരു പേപ്പറിന്റെ അറ്റത്ത് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അടുത്തൊരു ഭാഗം ഈ ഒരു പേപ്പറിലോട്ടായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ സർക്കിൾസ് തയ്യാറാക്കി എടുത്ത ശേഷം ആ ഒരു സർക്കിളിന്റെ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ അടുത്തൊരു സർക്കിൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉൾഭാഗം ഒന്ന്
ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ റൗണ്ട്സിന്റെ വലിപ്പം കുറച്ചിട്ട് മുകൾ ഭാഗം വരെ എത്ര ഹൈറ്റ് വേണോ അത്രയും ഭാഗത്ത് ഒന്ന് സർക്കിൾസ് ഒട്ടിച്ചെടുക്കുക. എൻ്റെ അവസാന ഭാഗത്ത് വീട്ടിൽ ജസ്റ്റ് വന്നിട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോഴേക്ക് ഗ്ലൂ ഫിക്സ് ആയിക്കണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇത്തിരി ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.